നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരുപാട് കാലമായിട്ട് ഇറങ്ങാത്തൊരു കിണറ്റിലേക്ക് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ കിണറിൻ്റെ അടിയിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഈ കപ്പി കയർ ഉപയോഗിച്ചിട്ട് വെള്ളം കോരുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഓക്സിജൻ്റെ ലെവൽ വളരെ കുറവാണ്. ഒരു പേപ്പർ കത്തിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പോയി കത്തണം എന്നാണ് പറയുക. അപ്പോൾ ഓക്സിജൻ ഇപ്പോൾ അടിയിൽ തീരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം അടിച്ചിട്ട് ഓക്സിജൻ്റെ ലെവൽ കൂട്ടാനുള്ള പരിപാടിയാണ്. ഈ ചെറിയ പൈപ്പ് കൊണ്ട് അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് നമ്മുടെ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ വെള്ളം പമ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ടൈം മോട്ടറിൻ്റെ ഇത് പമ്പ് ചെയ്തു. എന്നിട്ടും ഒരാൾ ഇറങ്ങാനുള്ളതാണ്. ആ ഒരു ഇതിലേക്കുള്ള ലെവല് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ലാസ്റ്റ് വേറൊരു പരിപാടി നോക്കാൻ പോവാണ്. കുറച്ച് ഒരു മരത്തിൻ്റെ ഇത് കയറിൽ കെട്ടിയിട്ട് ഫോഴ്സായിട്ട് താഴേക്ക് ഓക്സിജൻ അങ്ങ് എത്തിക്കാനുള്ള പരിപാടിയാണ്. സ്പീഡിൽ കയറ്റും, അതിലും സ്പീഡിൽ താഴേക്ക് അങ്ങ് എയർ സർക്കുലേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു 7-8 തവണയിൽ കൂടുതലായിട്ട് ചെയ്ത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലിപ്പോൾ ഈ ഓക്സിജൻ്റെ ലെവൽ ചെക്ക് ചെയ്യാതെ ഇറങ്ങിയിട്ട് അതിൻ്റെ അടിയിൽ ആളുകൾ തളർന്നു വീഴുന്നൊരു ഇത് കാണാറുണ്ട്. കിണറിൽ ക്ലീനാക്കാൻ ഇറങ്ങിയവർ തളർന്നു വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. പിന്നെ ആരെങ്കിലും അടിയിൽ അവിടെ വീണ് കിടക്കുകയാണെങ്കിൽ ശക്തിയായിട്ട് വെള്ളമോ എന്തെങ്കിലും താഴേക്ക് പമ്പ് ചെയ്തിട്ട് ഓക്സിജൻ കുറച്ച് കൊടുത്തിട്ട് അവർ രക്ഷിക്കാൻ കഴിയും കുറച്ച് ടൈം. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് താഴെ ഓക്സിജൻ എത്തിയിട്ടുണ്ടോ എന്ന്, താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സിറ്റുവേഷനാണോ എന്ന്. ഒരു പേപ്പർ കത്തിച്ചിട്ട് താഴേക്ക് ഇടാൻ പോവുകയാണ്. നേരത്തെ ഇട്ടതൊന്നും ഇതായിരുന്നില്ല, അപ്പോൾ തന്നെ കെട്ടുപോയി. ഇത് താഴെ വരെ എത്തിയിട്ട് താഴെ നിന്ന് ഫുള്ളായിട്ട് അത് പേപ്പർ കത്തി തീരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓക്സിജൻ നമുക്ക് ഒരാൾക്ക് ഇറങ്ങാനുള്ള ലെവലിൽ ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ സെയിം പ്രോസസ്സ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അവിടെയുള്ള വായുവൊക്കെ ഇപ്പോൾ കത്തിപ്പോയിട്ടുണ്ടാവും. കുറച്ച് നേരം കത്തിയതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കുറച്ച് ചെയ്തതിന് ശേഷം ഇനി ഇറങ്ങാൻ പോകാനുള്ള പരിപാടിയാണ്. കയർ ഉപയോഗിച്ചാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കിണറിൻ്റെ സൈഡിലുള്ള കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, കച്ചറൊക്കെ ഉണ്ട്, അതൊന്ന് കളഞ്ഞതിന് ശേഷം ആണ് താഴേക്ക് ഇറങ്ങുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ഈ സൈഡൊക്കെ ക്ലീൻ ആക്കണം. ഇത് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. യൂട്യൂബ് നോക്കിയിട്ട് ആരും കിണറ്റിലേക്കൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. കാരണം പെട്ടെന്ന് താഴേക്ക് എത്തും. പിന്നെ മേലേക്ക് കയറ്റണമെങ്കിൽ ആൾ വേണ്ടി വരും. ഒരു മെയ്വഴക്കുള്ള ആളെപ്പോലെ തന്നെ തൂങ്ങിക്കിടന്നിട്ട് സൈഡിലെ പുല്ലൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ഇറങ്ങും. ആൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ തലയിലൊരു ഗോപ്രോ സെറ്റ് ചെയ്തതിന് ശേഷം ആൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഈ കാണുന്നത് ഗോപ്രോയുടെ വീഡിയോ ആണ്. ഇറങ്ങാൻ നേരത്ത് വേണ്ട ഞങ്ങളങ്ങ് സൂന്ന് പറഞ്ഞാൽ പോവല്ലേ. റേഞ്ചില്ലെങ്കിൽ പറഞ്ഞേ. ഇല്ല ചിലത് വാട്ടർ പ്രൂഫാണ്. അത് കിട്ടുന്നുണ്ടോ? ക്ലിയറാ?
അപ്പോൾ അൻസാർ കിണറ്റിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. ഇത് കിണറിൻ്റെ അടിയിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ലൈറ്റ് കുറച്ച് കുറവാണ്. നമ്മുടെ താഴെ പാറയാണ്, സൈഡിൽ കുറച്ച് മണ്ണ് കാണുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കിണറിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ഞാൻ വെക്കാൻ അയച്ചോളിട്ടാ. അപ്പോൾ നമ്മുടെ ഈ ബക്കറ്റിൽ കയറിയിട്ട് ക്യാമറ ഇനി മേലേക്ക് പോവുകയാണ്. അതിനുശേഷം ആളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ നടക്കുന്നത് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കിണറിൻ്റെ അടിയിൽ വെള്ളവും ആ മണ്ണും എല്ലാം കോരിയെടുക്കുകയാണ്. മേൽ നിന്നിട്ട് വലിച്ചെടുക്കുകയാണ് ഇപ്പോൾ അത്. അൻസാർ മേലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ വീഡിയോവും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.